സംസ്ഥാനത്ത് ആറന്മുള IT ക്ലസ്റ്റർ പദ്ധതിക്കായി പാടശേഖരം തരം മാറ്റാൻ അനുവദിക്കില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജു എബ്രഹാം. CPM നിലപാടിൽ മാറ്റമില്ല. നിലവിൽ തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഒരു പദ്ധതിയും അനുവദിക്കില്ല എന്നും രാജു എബ്രഹാം വ്യക്തമാക്കി. നേരത്തെ ഗജസ് ഗ്രൂപ്പാണ് ഇവിടെ ഒരു IT പദ്ധതി തുടങ്ങുന്നതിനാവശ്യമായ നിലയിൽ ഒരു അപേക്ഷയ്ക്കുമായി സർക്കാരിനെ സമീപിച്ച്, പക്ഷേ കൃഷി വകുപ്പ് തള്ളിക്കളയായിരുന്നു. CK അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, CPI സർക്കാർ ഒക്കെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് CPMന്റെ നിലപാട് വരുന്നത്. നമുക്ക് രാജു എബ്രഹാമിന്റെ പ്രതികരണം ഒന്ന് കേട്ട ശേഷം അഭിലാലിലേക്ക്. കരഭൂമിയിൽ ഈ സ്ഥലത്തിൽ ഉൾപ്പെടാത്ത സ്ഥലത്ത് അങ്ങനെ ഒരു ഇലക്ട്രോണിക് പാർക്ക് വരികയാണെങ്കിൽ അത് നിയമപരമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായും അവർക്ക് അത്തരം ഒരു പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ഈ സ്ഥലം നമ്മുടെ സമരഭൂമി നടന്ന നെൽവയൽ തണ്ണീർത്തട നിയമത്തിനുള്ളിൽ വരുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ശരി, CK അഭിലാലുണ്ട്. അഭിലാൽ, CPIയുടെയും CPMന്റെയും ഒക്കെ നിലപാട് ഒരേ നിലയ്ക്ക് തന്നെയാണ്. വലിയ വിവാദമായതാണ് ഈ വിമാനത്താവള നിർമ്മാണ ആലോചന തന്നെ വിവാദമായിരുന്നു. പിന്നീടും കുറേ കാര്യങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് തീരുമാനം? ഈ ഗ്രൂപ്പ് ഇതുമായി പദ്ധതിയുമായി മുന്നോട്ട് വന്നവർ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? KGS ഗ്രൂപ്പ് ടോഫൽ എന്ന പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷയുമായി സർക്കാരിനെ സമീപിച്ചിട്ടുള്ളത്. 600 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം, അതിൽ തന്നെ 200 കോടി എന്നത് ധനസഹായം, കേന്ദ്ര ധനസഹായം എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ കത്തിൽ അവർ അറിയിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിന് 335 ഏക്കർ സ്ഥലം ആവശ്യമായി വരും എന്നുള്ളതാണ് അപേക്ഷയിൽ തന്നെ പറയുന്നത്. വിമാനത്താവള പദ്ധതി പ്രദേശം മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഉത്തരവ് റദ്ദാക്കണമെന്നും വ്യവസായം തുടങ്ങാൻ അനുവദിക്കണമെന്നുമുള്ള ആവശ്യം കൂടി ഇതിനകത്തിൽ വന്നിട്ടുണ്ട്. എന്തായാലും സർക്കാർ നയിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ CPM പ്രാദേശിക ഘടകം അതിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ വിമാനത്താവള ഭൂമി എന്നുള്ളത് മിച്ചഭൂമിയായി ഏറ്റെടുത്തിട്ടുള്ളതാണ്. തണ്ണീർത്തടങ്ങളും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായം തുടങ്ങാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് CPMന്റെ നിലപാടായി വന്നിട്ടുള്ളത്. എന്നാൽ സർക്കാർ എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഭിന്ന അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ എന്തായാലും ഈ പദ്ധതിക്ക് പ്രാദേശിക തരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരാനുള്ള സാഹചര്യം നമുക്ക് മുൻ അനുഭവത്തിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട്. എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് KGS ഗ്രൂപ്പ് ആരായുന്നത്. സർക്കാരിന്റെ നിലപാട് ഔദ്യോഗികമായി എന്താണ് എന്നത് സംബന്ധിച്ച് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.